ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വേഗം തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തിക്കോളൂ. വളരെ സിമ്പിൾ ആണ്. മഴവില്ലിന്റെ ആകൃതിയാണ് അർദ്ധവൃത്താകൃതി. ശരിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം. ശരിയാണ്. മഴവില്ലിൽ വയലറ്റ് നിറം കാണുന്ന കോണളവ് 42.8 ഡിഗ്രി ആണ്. മഴവില്ലിൽ വയലറ്റ് നിറം കാണുന്ന കോണളവ് 42.8 ഡിഗ്രി ആണ്. ശരിയാണോ? വയലറ്റ് നിറം കാണുന്ന കോണളവ് എത്രയാണ്? 40.8 ഡിഗ്രി ആണ്. ഇനി മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോണളവ് 40.8 ഡിഗ്രി ആണ്. തെറ്റാണ്. ഇതാണ് ഏത്? 42.8 ഡിഗ്രി. ഓക്കെ. ദ്വിതീയ മഴവില്ലിന്റെ വയലറ്റ് നിറത്തിലെ വ്യതിയാന കോണ് 54.2 ആണ്. 2 ഡിഗ്രി ആണ്. ശരിയാണോ? ശരിയാണ്. ചോദ്യം എന്തായിരുന്നു? ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്. ഈ ചോദ്യത്തിൽ ഏതൊക്കെയാ തെറ്റായ പ്രസ്താവന? 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അല്ലെ? 2ഉം 3ഉം മാത്രം തെറ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അല്ലെ? ദ്വിതീയ മഴവില്ല് ട്ടോ. ദ്വിതീയ മഴവില്ലിന്റെ വയലറ്റ് നിറത്തിലുള്ള കോണാണ് 54.2 ഡിഗ്രി. ഓക്കെ. അതായത് പ്രകീർണം എന്ന പ്രകാശ പ്രതിഭാസമല്ലേ മഴവില്ലിന് കാരണം? ആണോ? ഈ മഴവില്ലിന്റെ നിറങ്ങളോ? വിബ്ജിയോർ. അല്ലേ? മഴവില്ലിന്റെ തരംഗദൈർഘ്യം കൂടിയ നിറമാണ് റെഡ്. അത് മാത്രമല്ല സൂര്യന്റെ എതിർദിശയിലാണ് മഴവില്ലുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പോളറൈസേഷനുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. അതായത് പോളറൈസേഷൻ, അതായത് പ്രകാശവുമായി ബന്ധപ്പെട്ട പ്രകാശത്തിന്റെ പ്രതിപതനവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഈ ഒരു പോളറൈസേഷൻ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളറൈസേഷൻ തത്വം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് അല്ലെങ്കിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു നിശ്ചിത ദിശയിലേക്ക് അനുപ്രസ്ഥ തരംഗങ്ങളുടെ കമ്പനം നിലനിർത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ. ശരിയാണ്. പ്രകാശത്തിന്റെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട നിയമമാണ് ട്വിൻഡൽ പ്രഭാവം. തെറ്റാണ്. ഏതാണ്? പ്രകാശത്തിന്റെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട നിയമമാണ് ബ്രൂസ്റ്റേഴ്സ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, സ്വാഭാവിക പോളറൈസിംഗ് പദാർത്ഥത്തിന് ഉദാഹരണമാണ് ടൂമാലിൻ. ശരിയാണോ? അതും ശരിയാണ്. അപ്പൊ പോളറൈസേഷനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് മാത്രമാണ്? ഓപ്ഷൻ 2 മാത്രമാണ്. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അല്ലെ? ആരാ? ഗൗരി, ലച്ചു, ഐശ്വര്യ ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റ്. പ്രകാശത്തിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്ന, അതായത് ഒരു നിശ്ചിത ദിശയിലേക്ക് അനുപ്രസ്ഥ തരംഗങ്ങളുടെ കമ്പനം നിലനിർത്തിക്കൊണ്ടുള്ള പ്രകാശ പ്രതിഭാസമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പോളറൈസേഷന് അല്ലെങ്കിൽ പോളറൈസേഷൻ സംഭവിക്കാൻ അതുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് ട്വിൻഡൽ പ്രഭാവമല്ല ബ്രൂസ്റ്റേഴ്സ് ലോ. ഓക്കെ. ഇത് ന്യൂ SCERT ആണോ? അതെ, ഇത് SCERT ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. താഴെ കൊടുത്തിരിക്കുന്നവയെ ശരിയായി ജോഡി ചേർക്കുക. ഓക്കെ. താഴെ പ്രകാശത്തിന്റെ പ്രതിപതനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അൾട്രാവയലറ്റ് കിരണങ്ങളും ഗാമ കിരണങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ് സെഷനാണ് തന്നിരിക്കുന്നത്. വേഗം നോക്കി ശരി ഉത്തരം പറഞ്ഞോളൂ. എക്സ്റേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൾട്രാവയലറ്റ് എന്താണ്? അതുപോലെ തന്നെ ഗാമ കിരണം, ഇൻഫ്രാറെഡ് കിരണം. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ഏതാണ്? എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോഡ്ജൻ. ശരി ഉത്തരം അല്ലെ? അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്താണ്? വിറ്റാമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ഗാമ കിരണങ്ങളോ? ഗാമ കിരണങ്ങൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നവയാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മള് എവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
അത് ടി വി റിമോട്ടുകളിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ടി വി റിമോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് ചോദിച്ചാൽ അത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ശരിയാണോ? ശരിയാണോ? ശരിയാണ് അല്ലെ. എന്താണ് ഇനി ഗാമ കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ? ഗാമ കിരണങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലെ. അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിരണമാണ് ഈ ഗാമ കിരണങ്ങൾ. കേട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ജൈവകോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന കിരണം ഏതാണ്, പ്രകാശ കിരണം ഏതാണെന്ന് ചോദിച്ചാലും അത് ഗാമ കിരണം തന്നെയാണ് ട്ടാ. പിന്നെ അൾട്രാവയലറ്റ് കിരണം നമുക്ക് അറിയാലോ, അതായത് സൂര്യാഘാതം ഉണ്ടാക്കാൻ കാരണമാകുന്ന കിരണം. അത് മാത്രമല്ല, ത്വക്കിലെ ക്യാൻസറിന് വരെ കാരണമായിരിക്കുന്ന നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യം. അത് മാത്രമല്ല, ഇന്ന് ഈ നെയ്യ് ഉണ്ടല്ലോ, നെയ്യിലെ മായം തിരിച്ചറിയാനും അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് കിരണം എന്താണ്? വില്യം ഹാർഷൽ ആണ് ഇത് കണ്ടെത്തിയത്. വിദൂര ഫോട്ടോഗ്രാഫിയിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, തരംഗദൈർഘ്യം കൂടിയ രശ്മികളാണ് ഈ ഇൻഫ്രാറെഡ് രശ്മികൾ എന്ന് പറയുന്നത്. പിന്നെ എക്സ്റേ അറിയാലോ. എക്സ്റേ എന്താണ്? അതായത് നമ്മുടെ മാംസഭാഗങ്ങളിലോട്ട് പോലും തുളച്ചു കയറാൻ ശേഷിയുള്ള കിരണങ്ങളെയാണ് നമ്മൾ എക്സ്റേ കിരണങ്ങൾ എന്ന് പറയാം. അപ്പൊ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ഷതങ്ങളോ എവിടെയെങ്കിലൊക്കെ വീണ് എല്ലൊക്കെ പൊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ എക്സ്റേ എടുക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ്. അപ്പൊ മാംസപേശികളിലേക്ക് തുറന്നു കയറാൻ വരെ ശേഷിയുള്ളവയാണ് എക്സ്റേ കിരണങ്ങൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് റേഡിയോ തരംഗം ഏതാണ് എന്ന് കണ്ടെത്തുക. ഒരു റേഡിയോ തരംഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നോക്കൂ, ഒന്നാമത്തെ സൂചനയാണ് തിയോഡർ മെയ്മാൻ 1960 ഈ ഒരു റേഡിയോ തരംഗത്തെ കണ്ടുപിടിച്ചത്. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ മുറിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു കിരണമാണ്, അറിയാലോ നിങ്ങൾക്ക്. ഇതിന് ആ പേര് നൽകിയത് ഗോൾഡൻ ഗൗഫ് ആണ്. ഗോൾഡൻ ഗൗഫ് നമ്മൾ പറഞ്ഞത് തിയോഡർ മെയ്മാൻ ആണ് ഇത് കണ്ടുപിടിച്ചത്, അത് ശരിയാണ്. പേര് നൽകിയത് പക്ഷെ ആരാണ്? ഗോൾഡൻ ഗൗഫ് ആണ്. ഏതാണ് ആ കിരണം? ഏതാണ്? ആര് മനസ്സിൽ പറഞ്ഞില്ലേ? ഏതാണ്? IR ആണോ, ഇൻഫ്രാറെഡ് ആണോ, മേസർ ആണോ, ലേസർ ആണോ, അതോ ഇവയൊന്നും അല്ലേ? ഏതാണ് ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ലേസർ കിരണങ്ങളെ പറ്റിയിട്ട്, ലേസർ റേഡിയോ തരംഗങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവയെല്ലാം. അതായത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലേസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടത് ചാൾസ് എച്ച് റൗട്ടർ കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് രശ്മിയാണ് ചോദിച്ചാൽ ലേസർ എന്ന് ഉത്തരം പറയുക. അത് മാത്രമല്ല, തിയോഡർ മെയ്മാൻ ആണ് ഇത് കണ്ടെത്തിയത്, പക്ഷെ പേര് നൽകിയത് ആരാണ്? ഗോൾഡൻ ഗൗഫ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, തെറ്റായത് കണ്ടെത്തുക. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ശരിയാണോ? ശരിയാണ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം അപവർത്തനമാണ്. ശരിയാണോ? തെറ്റാണ്. അതും എന്ത് തന്നെയാണ്? അത് ഡിഫ്രാക്ഷൻ തന്നെയാണ്. CD-യിൽ കാണുന്ന മഴവില്ലിന്റെ നിറങ്ങൾക്ക് കാരണവും ഡിഫ്രാക്ഷൻ ആണ്. ശരിയാണ്. അപ്പൊ അതിൽ തെറ്റായ പ്രസ്താവന ഏത് മാത്രമാണ്? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതെന്ന് കണ്ടുപിടിക്കുക. ഏതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ സാധാരണ, അതായത് പരീക്ഷയ്ക്ക് ഈ പ്രകീർണം, പ്രതിപതനം, പൂർണ്ണാന്തര പ്രതിപതനം, അപവർത്തനം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. PSCക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ ഒരു മേഖല ട്ടാ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഏത്? ഓപ്ഷൻ
ഡി ആണ്. കുറെ പേര് ശരിയുത്തരം പറഞ്ഞു. അപവർത്തനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫിസിക്സ് പോർഷനിൽ നിന്ന് നേരെ മലയാളത്തിലെ പ്രശസ്തമായ വരികളും എഴുത്തുകാരും കൃതികളിലോട്ട് കടക്കുവാണ്. ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ആരുടേതാണ് ഈ വരികൾ? അല്ലെ, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. വേദനകളെയൊക്കെ കുഴിവെട്ടി മൂടിയിട്ട് നമ്മൾ എവിടേക്ക് കുതിച്ചു പോണം? ശക്തിയിലേക്ക്. ആരുടെ വരികളാണിത്? ഈ വരികൾ ഏത് കവിയുടേതാണ്? ആരുടെയാണ്? ഇടശ്ശേരി വൈലോപ്പിള്ളി അക്കിത്തം ചങ്ങമ്പുഴ. ആരുടെയാണ്? ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കൃതിയിലേതാണ് ഈ വരികൾ? ആണോ? ആണ്. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ എ ആണ്, ഇടശ്ശേരിയാണ് ശരിയുത്തരം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. ഇടശ്ശേരിയുടേതാണ് ഈ പ്രധാനപ്പെട്ട വരികൾ. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാലോ. ശാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ കഥാശേഷവും ചൊൽക നീ. ഈ ഈരടി ആരുടേത് ആണ്? അല്ലെ, ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊൽക നീ. ഈ വരികൾ ആരുടേത് ആണ്? ആരുടേതാണ് ഈ പ്രശസ്തമായ വരികൾ? ആരുടേതാണ്? ആരാണ്? എഴുത്തച്ഛന്റെ വരികളാണ്. അല്ലെ, ആരുടെ വരികളാണ്? എഴുത്തച്ഛന്റെ വരികളാണ്. രാമായണം എന്ന കൃതിയിലെ എഴുത്തച്ഛന്റെ വളരെ പ്രധാനപ്പെട്ട, വളരെ പോപ്പുലർ ആയിട്ടുള്ള വരികളാണ് ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊൽക നീ എന്ന് തുടങ്ങുന്ന വരികൾ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, എഴുത്തച്ഛനാണ്, കൃതി രാമായണം. മറക്കരുതേ. ഇതുപോലെയുള്ള മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നോക്കൂ, അടുത്ത വരി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ വരികൾ എഴുതിയത് ആരാണ്? ആരുടെ വരികളാണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ് ഈ വരികൾ? ഏതാണ്? ആരുടേതാണ് ഈ പ്രശസ്തമായ വരികൾ? വയലാർ രാമവർമ്മയുടേതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. വയലാറിന്റെ മാനിഷാദ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും തുടങ്ങിയ വരികൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്ത വരികൾ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. ആരുടെ വരികളാണ്? വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണല്ലേ. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? വളരെ പ്രശസ്തമായ വരികളാണ്. എല്ലാവരും ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട വരികളാണ് ഇവ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് വളരെ സിമ്പിൾ ആണ്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത എഴുതിയ മഹാകവി ആരാണ്? കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത എഴുതിയ മഹാകവി ആരാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. ഉള്ളൂരിൻ്റെതാണ്. അല്ലെ, കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയ മഹാകവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ നായർ. അല്ലെ, പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത എഴുതിയതും ആരാണ്? ഉള്ളൂര് തന്നെയാണ്. അല്ലെ, ഉള്ളൂരിന്റെ തന്നെയാണ് പ്രാവേ പ്രാവേ പോകരുതേ. അപ്പൊ അതും ശ്രദ്ധിക്കുക. കാക്കേ കാക്കേ കൂടെവിടെ എപ്പോഴും ചോദിക്കുന്നല്ലേ, അതുകൊണ്ട് ഇത്തവണ ഒന്ന് മാറ്റി പ്രാവേ പ്രാവേ പോകരുതേ എന്ന് ചോദിച്ചാൽ ഏതുത്തരം പറയണം? ഉള്ളൂരാണ് ഉത്തരം പറയേണ്ട. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? അടുത്തത്. ഇതും നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു വരികളാണ് അല്ലെ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്?
ആരാണ്? ബോധേശ്വരന്റെ വരികളാണ്. ബോധേശ്വരൻ രചിച്ച സാംസ്കാരിക ഗാനമാണ് ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ. പ്രസ്തുത വരികൾ ആരുടേതാണ്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ. ഈ വരികൾ ആരുടേതാണ്? വള്ളത്തോളിന്റെ സാഹിത്യ മഞ്ജരി എന്ന കൃതിയിലേതാണല്ലേ? വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് പല പല പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വരികളാണല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. വള്ളത്തോൾ ആണ് അല്ലെ? വള്ളത്തോളിന്റെ വരികളാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ഈ വരികൾ രചിച്ചത് ആര്? അല്ലെ? നമുക്ക് തന്നത് മൊത്തം നമ്മൾ ഇന്ന് പഠിക്കാനുള്ളതെല്ലാം വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അല്ലെ? കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് എന്റെ പരാജയം. ഈ കപട ലോകത്തില് ആത്മാർത്ഥമായ ഒരു ഹൃദയം എനിക്കുണ്ടായിപ്പോയി, അതാണ് എന്റെ പരാജയം എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? എല്ലാവരും ശരി ഉത്തരം പറഞ്ഞു. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? കപട ലോകത്തിൽ ആരുടെ വരികളാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ചങ്ങമ്പുഴയുടെ വരികളാണ്. ഓക്കെ അല്ലേ? അടുത്തത്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഈ വരികൾ ആരുടേതാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണ് അല്ലെ? തമസ്സാണ് സുഖപ്രദം എന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. അക്കിത്തത്തിന്റെ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി. ഇതും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. അടുത്ത ചോദ്യം, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ആരുടെ വരികളാണ്? അല്ലെ? അറിഞ്ഞതിൽ പാതിയേ പറഞ്ഞുള്ളൂ, ആ പറഞ്ഞതിൽ പാതിയും എന്തായി? പതിരായി പോയി. ആരുടെ വരികളാണ്? ആരുടെ വരികളാണ്? സമകാലിക കവിയായ ആരാണ്? ഓപ്ഷൻ ബി ആണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികളാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി തുടങ്ങിയ വരികൾ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി കുറച്ച് മെന്റൽ എബിലിറ്റി മെന്റൽ എബിലിറ്റി കൂടെ പഠിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സംഖ്യാശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള മെന്റൽ എബിലിറ്റി ആണ്. 2, 6, 12, 20, 30. ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? 2 എന്താ പ്രത്യേകത? 2 കഴിഞ്ഞാൽ പിന്നെ 6, 12, പിന്നെ 20, പിന്നെ 30. 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 4 കൂട്ടിയാ മതി അല്ലേ? ആണോ? 4 കൂട്ടിയാ മതിയാ? പിന്നെ 6ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം 6 കൂട്ടിയാ മതി. പിന്നെ എത്ര കൂട്ടണം? 12ൽ നിന്ന് 20 ആകാൻ വേണ്ടിയിട്ട് 8 കൂട്ടിയാൽ മതി. ഇവിടെ 10. അങ്ങനെയെങ്കിൽ 30ന്റെ കൂടെ എത്ര കൂട്ടണം? 30ന്റെ കൂടെ 12 കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 42 ആൻസർ കിട്ടും അല്ലെ? 30ന്റെ കൂടെ നമ്മൾ 12 പ്ലസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 42 ആൻസർ കിട്ടും. ഓപ്ഷൻ 42 ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യാശ്രേണിയായിരുന്നു. അടുത്തത് നോക്കുക. 5, 8, 17, 44. ഈ ശ്രേണിയുടെ അടുത്ത പദം ഏതാണ് എന്ന് കണ്ടെത്തുക അല്ലെ? എന്നാണ്? 5, 8, 17, 44. അടുത്ത പദം ഏതായിരിക്കും? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സംഖ്യകൾ എന്ന് നോക്കൂ. ഏതൊക്കെയാണ്? 5, 8, 17, 44. ഇത് തമ്മിലുള്ള വ്യത്യാസം ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5, 3 അല്ലെ? 3 വ്യത്യാസമുള്ളൂ. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8, 17 മാറും. അപ്പൊ എത്രയാ വ്യത്യാസം വരുന്നത്? 9 അല്ലേ? ഓക്കെ, അപ്പൊ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്
ഒരു 3 3 ഇത് 3 3 9 അത് നമുക്ക് കിട്ടി. ഇനി അടുത്തതോ, അടുത്തത് എന്താണ്? അടുത്തത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അടുത്തത് ഈ 9നോട് 3 ഗുണിച്ച് അത് കൂട്ടിയതാണ് അടുത്ത സംഖ്യ എന്നും കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തത് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് 27 × 3 അല്ലേ? 27 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 81 കിട്ടും. 81 + 44 എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്? 125. എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. 125. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, ഇതൊന്ന് പൂരിപ്പിക്കൂ. അടുത്തൊരു സംഖ്യാശ്രേണി ക്വസ്റ്റ്യൻ ആണ്. വിട്ടുപോയവ പൂരിപ്പിക്കുക. വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. 9 10 7 8 5 6 അല്ലേ? 9 10 7 8 5 6 ഇവ തമ്മിൽ ഇങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലും ബന്ധമുള്ള പോലെ തോന്നുന്നുണ്ടാ? 9 10 7 8 5 6. അപ്പൊ ഇത് കഴിഞ്ഞാൽ വരുന്നത്, ഇത് പോയിന്റ് അല്ല, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. പോയിന്റ് ആണ്, തെറ്റിദ്ധരിക്കരുത്. കോമയാണ് കേട്ടോ. അതേ ക്വസ്റ്റ്യനിൽ പോലെ തന്നെ കോമയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അല്ലാണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടാ. ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഏതാണ്? 3 4 അല്ലേ? അതായത് 9 7 എത്ര വ്യത്യാസമുണ്ട് ഇവിടെ? 9ഉം 7ഉം തമ്മില് 2 വ്യത്യാസമുണ്ട് അല്ലെ? അത് എങ്ങനത്തെ? -2 2 കുറച്ചു. ഈ 10ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് 8 കിട്ടുന്നത് അല്ലെ? ഇനി 7ൽ നിന്ന് വീണ്ടും 2 കുറച്ചപ്പോൾ 5 കിട്ടി. 8ൽ നിന്ന് വീണ്ടും 2 കുറച്ചപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. ഇനി 5ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 5ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും. 6ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. നമ്മുടെ ഉത്തരം ഏതാണ്? 3 4. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത സംഖ്യ ഏതാണ്? താഴെ പറയുന്ന ശ്രേണിയിൽ ഏതാണ് അടുത്ത സംഖ്യ? 17 20 25 32. ഇതും എന്താണ്? ഇതും ഒരു സിമ്പിൾ മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കൂ, 17 20 17 20 ആവാനായിട്ട് 3, 20 25 5, 25 നേരെ 32 32 ആവാനായിട്ട് 25 7 അല്ലേ? പിന്നെ അടുത്ത എത്ര ചെയ്താൽ മതി? അടുത്ത എത്രയാണ്? 32ന്റെ കൂടെ ഏത് കൂട്ടണം? 7 കഴിഞ്ഞാൽ പിന്നെ 9 കൂട്ടുക. അപ്പൊ നമുക്ക് എത്രയാണ് ഉത്തരം വരുന്നത്? ഉത്തരം 41 വരും. ഓപ്ഷനിലുണ്ടോ 41? ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? നന്ദി, നമസ്കാരം. നന്നായി പഠിക്കുക. താങ്ക് യു.